ഉദയ്പൂർ കൊട്ടാരത്തിൽ നിന്നും 150 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ജഗദീഷ് ക്ഷേത്രം. ക്ഷേത്രപ്രവേശന കവാടത്തിൽ നിന്ന് 32 പടികൾ കയറി വേണം മുകളിലെത്താൻ. ഈ ക്ഷേത്രം രാവിലെ 4:15 മുതൽ 1 മണിവരെയും വൈകിട്ട് 5:15 മുതൽ 8 മണിവരെയും തുറന്നിരിക്കും. ഭഗവാൻ ശിവന്റെയും ഭഗവാൻ വിഷ്ണുവിൻ്റെയും നിരവധി ക്ഷേത്രങ്ങൾ ഉദയ്പൂരിലുണ്ട്. ഭഗവാൻ വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ജഗദീഷ് ക്ഷേത്രം. ഉദയ്പൂരിലെ വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ അമ്പലം. 4 കൈകളുള്ള ഭഗവാൻ വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കറുത്ത കല്ലിൽ കൊത്തിയെടുത്തതാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ വിഗ്രഹം. മേവാർ രാജവംശത്തിലെ ഏറ്റവും മികച്ച വാസ്തുവിദ്യാ വിസ്മയങ്ങളിൽ ഒന്നാണ് ഈ ജഗദീഷ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ഇൻഡോ ആര്യൻ ശൈലിയിലെയാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ 1000 പേരുകളിൽ ഒന്നായ ജഗന്നാഥ റായിയുടെ ക്ഷേത്രം എന്നാണ് ജഗദീഷ് ക്ഷേത്രം മുൻപ് അറിയപ്പെട്ടിരുന്നത്. 3 നിലകളാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. കെട്ടിടത്തിൻ്റെ ആദ്യ 2 നിലകളിൽ 50 തൂണുകൾ വീതമുണ്ട്. അതിൽ അതിമനോഹരമായ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. 1651 ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത്. ഇത് ആദ്യ കാലഘട്ടത്തിലെ മരു ഗുജാരു വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ്. മഹാറാണ ജഗത് സിംഗ് ആണ് ഇത് പണികഴിപ്പിച്ചത്. എന്നാൽ മുഗളന്മാർ ഈ ക്ഷേത്രത്തെ നശിപ്പിക്കുകയും മുഗൾ അധിനിവേശത്തെ തുടർന്ന് മഹാറാണ ജഗത് സിംഗ് 1.5 ദശലക്ഷം രൂപ ചെലവഴിച്ച് ഈ ക്ഷേത്രം നവീകരിച്ചു. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ മൗണ്ട് ആബു കാണാനാണ് പോയത്. രാജസ്ഥാനിലെ സിരോഹി ജില്ലയിലെ ആരവല്ലി പർവ്വതനിരകളാൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് ആബു. ഇവിടെ നിരവധി ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ ഉണ്ട്. ഇത് ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ്. അർബുദ എന്നാണ് മൗണ്ട് ആബുവിൻ്റെ പുരാതന നാമം. അർബുദ എന്ന സർപ്പം ശിവഭഗവാന്റെ വാഹനമായ കാള, അതായത് നന്ദിയുടെ ജീവൻ രക്ഷിച്ച ഒരു ചരിത്രകഥ നിലവിൽ മൗണ്ട് ആബു എന്നറിയപ്പെടുന്ന ഈ പർവ്വതത്തിലാണ് നടന്നത്. ഈ സംഭവത്തെ തുടർന്നാണ് പർവ്വതത്തിന് അർബുദാരണ്യം എന്നും ക്രമേണ മൗണ്ട് ആബു എന്നാകുകയും ചെയ്തു. ഇവിടെ എത്തി ഞങ്ങൾ ആദ്യം ദിൽവാരെ ജെയിൻ ടെമ്പിൾ കാണാനാണ് പോയത്. പക്ഷേ അവിടെ വീഡിയോയും മൊബൈലും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല. പിന്നീട് ഞങ്ങൾ പോയത് പ്രജാപിത ബ്രഹ്മകുമാരി സ്പിരിച്വൽ യൂണിവേഴ്സിറ്റി കാണാനാണ്. 1930കളിൽ സിന്ധിലെ ഹൈദരാബാദിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ആത്മീയ പ്രസ്ഥാനമാണ് ബ്രഹ്മകുമാരീസ്. ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത് ലേഖ്രാജ് കൃപാലിനിയാണ്. ഈ ഓർഗനൈസേഷനിൽ സ്ത്രീകളാണ് നേതൃത്വ സ്ഥാനങ്ങൾ വഹിക്കുന്നത്. ഒരു NGO എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ബ്രഹ്മകുമാരീസ്. മൂലവിദ്യാഭ്യാസം, സ്വഭാവ രൂപീകരണം, വ്യക്തിത്വ വികസനം, സമഗ്ര ആരോഗ്യം, സമ്മർദ്ദരഹിത ജീവിതം, യുവാക്കളുടെയും സ്ത്രീകളുടെയും ശാക്തീകരണം എന്നീ മേഖലകളിൽ നിസ്വാർത്ഥ സേവനം നൽകുന്നു. ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് നമുക്ക് മെഡിറ്റേഷനും ചെയ്യാം, അവരുടെ പ്രഭാഷണവും കേൾക്കാം. സ്ത്രീകൾ നയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഘടനയായ ബ്രഹ്മകുമാരീസ് പ്രജാപിത ബ്രഹ്മഭാവയാണ് ഇത് സ്ഥാപിച്ചത്. നല്ല വൃത്തിയോടെയാണ് അവർ അവരുടെ മഠം സംരക്ഷിക്കുന്നത്. ഇവിടെ താമസിച്ച് അവരുടെ യോഗയും മെഡിറ്റേഷനും പഠിക്കുകയും ചെയ്യാം. ഓം ശാന്തി, ഇത് അവരുടെ പ്രാർത്ഥനാ ശ്ലോകമാണ്. ഈ സംഘടനകൾക്ക് 110 രാജ്യങ്ങളിലായി 8500 കേന്ദ്രങ്ങളും 1 ദശലക്ഷത്തിലധികം അംഗങ്ങളും ഉണ്ട്. ഇവരും ആരാധിക്കുന്നത് ഭഗവാൻ കൃഷ്ണനെയാണ്.
ഇവിടുന്ന് ഞങ്ങൾ കാണാൻ പോയത് സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകം കാണാനാണ് പോയത്. അതിൻ്റെ പേരാണ് നക്കി തടാകം. ഈ തടാകം മൗണ്ട് ആബുവിൻ്റെ ഹൃദയത്തിൻ്റെ കിരീടമാണ്. നക്കി തടാകത്തിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ വളരെ രസകരമായ പുരാണ കഥയുണ്ട്. ഈ തടാകം ദേവന്മാർ അവരുടെ നഖം ഉപയോഗിച്ച് കുഴിച്ചതാണെന്ന് ഐതിഹ്യം. നഖം എന്നാൽ ഹിന്ദിയിൽ നാഖോ, അതുകൊണ്ട് ഇതിനെ നക്കി ലേക്ക് എന്ന് പേര് വന്നു. രാജസ്ഥാനിലെ ഗരാസിയ ഗോത്രക്കാരുടെ പുണ്യ തടാകം കൂടിയാണ് ഇത്. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം 1948 ഫെബ്രുവരി 12 ഈ പുണ്യ തടാകത്തിൽ നിമജ്ജനം ചെയ്യുകയും ഗാന്ധി ഘട്ട് നിർമ്മിക്കുകയും ചെയ്തു. ഇവിടെ ബോട്ടിങ്ങും ചെയ്യാം. ഇവിടുത്തെ തനതായ വസ്ത്രം ധരിച്ച് നിങ്ങൾക്ക് ഫോട്ടോയും എടുക്കാം. ഒരു കോപ്പിക്ക് 250 രൂപയാണ്. ഇനി ജോധ്പൂർ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.